നെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായില്ല ഇപ്പോൾ. ഏറെക്കുറെ ഈ ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു എസെൻഷ്യൽ പാർട്ടായി മാറി കഴിഞ്ഞു. അതിപ്പോൾ ടിവിയിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണാനായാലും മൊബൈലിൽ സിനിമ കാണാനായാലും മൊബൈൽ ഉപയോഗിക്കാനായാലും ടാബ് ആയാലും ലാപ്ടോപ്പ് ആയാലും എല്ലായിടത്തും നെറ്റ് വേണം. അപ്പോൾ ഈ ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിക്കഴിഞ്ഞു. കുറച്ച് കാലം മുമ്പൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഒരു വൈഫൈ കണക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ നല്ല സ്പീഡും സ്റ്റെബിലിറ്റിയും ഉള്ള ഒരു കണക്ഷൻ നോക്കി എടുക്കും. അതനുസരിച്ചുകൊണ്ട് ഓപ്പറേറ്റേഴ്സിനെ മാറ്റി മാറ്റി സെലക്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അതല്ല. നമ്മൾ ഈ പറഞ്ഞ OTT പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസംഷൻ രീതി അതനുസരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൂടി ഒരു പാക്കേജ് കൂടെ കിട്ടുകയാണെങ്കിൽ നന്നായി എന്ന രീതിയിൽ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് വൈഫൈ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ OTT പ്ലാറ്റ്ഫോം കൂടി കിട്ടിയാൽ നന്നായി എന്നൊരു അഭിപ്രായം പൊതുവെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓഫറുകളും വന്നു കഴിഞ്ഞു. ഇന്ന് അത്തരത്തിലുള്ളൊരു സംഗതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജസ്റ്റ് വൈഫൈ മാത്രമല്ല, കൂട്ടത്തിൽ മറ്റു പലതും. എയർടെലാണ് ഈ ഒരു ബോക്സ് അയച്ചു വന്നിരിക്കുന്നത്. ഗേറ്റ് വേ ടു അൺലിമിറ്റഡ് എന്റർടൈൻമെന്റ് എയർടെൽ എക്സ്ട്രീം ഫൈബർ. നമുക്കിത് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവർ അയച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് റൗട്ടർ ഇരിക്കുന്നുണ്ട്. അത് കൂടാതെ അതിന്റെ സൈഡിൽ ഹേയ് പ്രതാപ് ജി ഡോണ്ട് ലുക്ക് എനിവെയർ ഫോർ എന്റർടൈൻമെന്റ് ഇതൊന്ന് സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സ്കാൻ ചെയ്യാം. റൈറ്റ് സൈഡിൽ കുറെ ക്യാരക്ടറുകളുടെ ഒക്കെ ക്രിക്കറ്റ്, സിനിമ, പല കാര്യങ്ങളുടെ ക്യാരക്ടറുകളുടെ ഒരു സംഭവം ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് കൂടാതെ ഒരു ലെറ്റർ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഹേയ് പ്രതാപ് ജി, വെരി ഫ്യൂ തിങ്സ് ഇൻ ലൈഫ് ആർ അൺലിമിറ്റഡ്. മോംസ് ലവ് ഫോർ യു, യുവർ ലവ് ഫോർ ഫുഡ്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ എന്റർടൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു സംഗതി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ലെറ്ററിൽ ഒരു QR കോഡ് കാണുന്നുണ്ട്. നമുക്ക് അവിടെയും കണ്ടു. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോദാർ വാച്ച് ലിസ്റ്റ് ജസ്റ്റ് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമുകളും അതിലത്തെ ഷോകളും ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സ്, ഓൾഡ് ഗാർഡ്, മാനിഫെസ്റ്റ്, ലോഡോ, അപ്ഗ്രേഡ്. ഓക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഭവങ്ങൾ, ഞാൻ കണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ഇവർ ഇതൊക്കെ നോക്കി ഒരു കസ്റ്റമൈസ്ഡ് ബോക്സ് ആയിട്ട് അയച്ചിരിക്കുകയാണ്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ട് എന്തായാലും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇത് കൂടാതെ കുറേ സ്റ്റിക്കേഴ്സും ഉണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടി അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ആക്ച്വലി OTT കണ്ടന്റുകളുടെ കൺസംഷൻ ഇപ്പോൾ ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ ആദ്യമൊക്കെ ഈ ആമസോൺ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നമുക്ക് ആ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ആമസോൺ പ്രൈം വീഡിയോ കൂടി കിട്ടുമായിരുന്നു. അപ്പോൾ അത് മാത്രം ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് ഹോട്ട്സ്റ്റാർ വന്നു. ഇപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഇതിൽ പല സീരീസ് കാണുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സിനിമകൾ വരുമ്പോൾ പല പ്ലാറ്റ്ഫോമുകൾ വരുമ്പോൾ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് മുഴുവൻ കാണുന്ന ഒരു അവസ്ഥ. അപ്പോൾ കൂടുതൽ OTT പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഞാൻ തന്നെ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. എൻ്റെ കേസിൽ എൻ്റെ കാര്യം മാത്രമേ ഞാൻ ഈ പറഞ്ഞത്. ഇത് കൂടാതെ ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ ആണെങ്കിലും അല്ല അമ്മയാണെങ്കിലും അവർക്ക് പലതരത്തിലുള്ള ഷോകളാണ് കാണുന്നത്. അമ്മയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ഇതല്ല, ഇതിന് പകരം TV ചാനലുകളാണ്. അപ്പോൾ ആൾക്ക് പല സീരിയലുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് മോളുടെ കാര്യമാണെങ്കിൽ യൂട്യൂബിൽ പല കണ്ടന്റുകൾ കാണുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ കാർട്ടൂണുകൾ കാണുന്ന ഒരു അവസ്ഥയാണ്. സോ പലരും പല രീതിയിലാണ് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ട്. ഇത് കറൻ്റ് ഉള്ള സിറ്റുവേഷനാണ്. ഈ സാഹചര്യത്തിൽ ഒരു വൈഫൈ കണക്ഷൻ എടുത്ത് പിന്നെ ഓരോ പ്ലാറ്റ്ഫോമുകൾ ആവശ്യമുള്ളത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാളൊക്കെ എത്രയോ ഈസിയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാക്കേജ് കിട്ടുകയാണെങ്കിൽ. യെസ്, ഈ ഒരു ഘട്ടത്തിലാണ് എയർടെൽ എക്സ്ട്രീം ഫൈബർ എന്ന് പറയുന്ന ഈ ഒരു ബോക്സ്, അല്ലെങ്കിൽ ഈ ഒരു റൗട്ടർ, അല്ലെങ്കിൽ ഈ ഒരു വൈഫൈ കണക്ഷൻ നമുക്ക് ഉപകാരപ്രദമാവുന്നത്. അതിൽ വൈഫൈ കണക്ഷൻ നമുക്ക് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒന്നിലധികം OTT പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. വളരെയധികം കൺവീനിയൻ്റ് ആണ്. പിന്നെ എക്സ്ട്രീം ഫൈബറിൽ 20ലധികം OTT പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ 350ലധികം TV ചാനലുകൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒറ്റ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ 699 രൂപയ്ക്കാണ് ഇതിൻ്റെ ബേസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെല്ലാം കൂടി കിട്ടത്തില്ല കേട്ടോ. പല പ്ലാനുകളുണ്ട്. അതിൽ നിങ്ങൾ ക്യാപ്റ്റ് ആയത് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. സ്റ്റാർട്ടിങ് 699 രൂപയ്ക്കാണ്. പിന്നെ ഇതല്ലാതെ ഇവർക്ക് വേറെ പരിപാടി ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ എയർടെൽ ബ്ലാക്ക്, അതാണെങ്കിൽ പിന്നെ വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. ഇതെല്ലാം കൂടി ഈ വൈഫൈ ആവട്ടെ, മൊബൈലിൽ റീചാർജ് ആവട്ടെ, എല്ലാ തരം സംഗതികളും OTT സബ്സ്ക്രിപ്ഷൻ അടക്കം എല്ലാ കാര്യങ്ങളും കൂടി ഒറ്റ ഒരു പാക്കേജ് എടുത്തിട്ട് ഒറ്റ പേയ്മെൻറ്റ് നടത്തുക. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ആവശ്യമുള്ളത്. ഒറ്റ പേയ്മെൻറ്റ്, സർവീസ് ആണെങ്കിലും ഒറ്റ ഫോൺ നമ്പറിൽ ഒറ്റ കോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്തിനുള്ള സർവീസും കൃത്യമായിട്ട് കിട്ടുക, അതിന് തന്നെ പ്രയോറിറ്റിയിൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ എയർടെൽ ബ്ലാക്കിൻ്റെ സവിശേഷതയാണ്. അത് എയർടെൽ ബ്ലാക്ക്. ഇത് എയർടെൽ എക്സ്ട്രീം ഫൈബർ എടുക്കുമ്പോൾ ഈ OTT പ്ലാറ്റ്ഫോം ഈ വൈഫൈ കണക്ഷൻ ഒരുമിച്ച് കിട്ടുന്നതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. വേണമെങ്കിൽ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യാം. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. പിന്നെ എയർടെലിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് സംവിധാനമാണ്. സോ അതിൻ്റെ കാര്യത്തിൽ വേറെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ സർവീസ്, എയർടെലിൻ്റെ സർവീസ് ഒട്ടും തന്നെ മോശമല്ല. ചില ഭാഗങ്ങളിൽ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന കണ്ടു അവിടെ സർവീസ് അത്ര പോരാന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. കാരണം എയർടെൽ നല്ല സർവീസാണ് കൊടുക്കുന്നത്. ചിലയിടത്ത് ചില സ്റ്റാഫിൻ്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂ ആയിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ എയർടെൽ എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. സോ മൊത്തത്തിൽ വൈഫൈ കണക്ഷനൊക്കെ ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള എയർടെൽ എക്സ്ട്രീം ഫൈബർ പോലുള്ള സംഗതികൾ നമുക്ക് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ, വൈഫൈയും OTT പ്ലാറ്റ്ഫോമുകളെല്ലാം അല്ലെങ്കിൽ TV ചാനലുകളെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന സംഗതി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സംവിധാനം കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളോട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതായിട്ട് തോന്നിയാൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. കൂടുതലൊന്നും പറയാനില്ല, നല്ലൊരു സെറ്റപ്പായിട്ട് തോന്നിയതുകൊണ്ട് വീഡിയോ ചെയ്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.